രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പത്തിൽ മുതൽക്ക് അല്ല ഞാൻ പറയട്ടെ സുഹൃത്തെ, രാഷ്ട്രീയം എന്ന് പറയുന്നത് ചെറുപ്പം മുതൽക്ക് പൊതുരംഗത്ത് പൊതുജനങ്ങളെ സേവിക്കാൻ സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളായിട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആ ടൂൾ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് എനിക്ക് ലഭ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം വെച്ചിട്ട് ഞാൻ ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, അവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം തന്നിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ്. മതനിരപേക്ഷ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളെയും അഭിസംബോധന ചെയ്യാനും അവരോടൊപ്പം നിൽക്കാനും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാനും ഒക്കെ കോൺഗ്രസ് പാർട്ടി UDF എനിക്ക് വിശാലമായിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ട്. ഞാൻ സന്തോഷപൂർവ്വം ആ കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കും. പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പക്ഷേ തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഈ ഇറക്കിയ പരസ്യത്തിൽ താങ്കളെയാണ് അവർ LDF ലക്ഷ്യമിടുന്നത്. ഇത് താങ്കളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ട് താങ്കൾ അങ്ങോട്ടേക്ക് പോകാത്തത് കൊണ്ടായിരിക്കുമോ ഇത്തരം ഒരു നീക്കം? നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്തരം വിഷയങ്ങളിൽ ഒന്നും പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് BJPക്ക് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ വർക്കാണ്. ഈ രണ്ട് കൂട്ടരും ഒന്നാണ്. പാലക്കാട് വാസ്തവത്തിൽ മത്സരം നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് ആരൊക്കെ തമ്മില മത്സരം. പാലക്കാട്ടെ മത്സരം ആരൊക്കെ തമ്മില? പാലക്കാട്ടെ മത്സരം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും മറുവശത്തുള്ളത് CPM BJP സഖ്യമാണ്. ആ CPM BJP സഖ്യമാണ് ഇന്നത്തെ ഇതിന് പിറകിലുള്ളത്. ഇന്നത്തെ പരസ്യം കൊടുത്തിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണെങ്കിൽ പോലും ആ പരസ്യത്തിന്റെ പണം പോയിട്ടുള്ളത് BJP ഓഫീസിൽ നിന്നാവാനാണ് സാധ്യത. ആ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ് എന്റെ നിലപാട്. താങ്ക് യു. സ്ഥിരമായി ഇത്തരത്തിൽ CPM ഉം BJP തമ്മിൽ ഒരു ധാരണയുണ്ട് എന്ന് കാലങ്ങളായി UDF ഉം കോൺഗ്രസും ആരോപിക്കുന്നതാണ്. അതുണ്ട് എന്ന് തന്നെയാണോ സന്ദീപ്? പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ CPM BJP സഖ്യം എത്രയോ കാലമായി പാലക്കാടുണ്ട്. 91 മുതൽ 95 വരെ പാലക്കാട് മുനിസിപ്പാലിറ്റി എങ്ങനെയാ ഭരിച്ചത്? CPMകാർ അവരുടെ ലെറ്റർ പാഡിൽ എഴുതിയ കൊടുത്തില്ലേ BJPയുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട്? എന്തെങ്കിലും ജാള്യത അവർക്കുണ്ടായിരുന്നോ? ആ കാലഘട്ടം ഏതായിരുന്നു? ആ കാലഘട്ടം 92 അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന കാലത്ത് പോലും CPM BJPയുമായി സഖ്യത്തിലാണ് പാലക്കാട്. 92 ഡിസംബർ 6 അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് അതിനുശേഷം അവിടെ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. അതിനെ എതിർത്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളാണ് പ്രമേയം അവതരിപ്പിക്കുന്നത്. ആ പ്രമേയത്തിന് CPMന്റെ അന്നത്തെ ചെയർമാൻ അവതരണാനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ നിങ്ങൾ ലോക്സഭയിൽ കൊണ്ടുപോയി ചർച്ച ചെയ്യേണ്ട കാര്യമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ ആ അയോധ്യയുടെ സമയത്ത് ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു പ്രതിഷേധ പ്രമേയം അവതരിപ്പിക്കാൻ പോലും തടസ്സം നിന്ന പാർട്ടിയാണ് CPM. ആ CPMന് ഇതൊക്കെ പറയാൻ അർഹതയുള്ളത്. ഈ സാദിഖ് അലി തങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ അനുയായിയായി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനെതിരെ വലിയ വിമർശനം വരുന്നുണ്ട്. അങ്ങനെ വിമർശിക്കാൻ പറ്റാത്ത ഒരാളാണ് സാദിഖ് അലി തങ്ങൾ. നോക്കൂ, പാണക്കാട് കുടുംബം, കൊടപ്പനക്കൽ തറവാട് കേരളത്തിനും രാജ്യത്തിനും ഈ നാടിൻ്റെ മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതസൗഹാർദ്ദത്തിന് വേണ്ടി എടുത്തിട്ടുള്ള നിലപാടുകൾ സംബന്ധിച്ച് ആർക്കും ഒരു തർക്കവുമില്ലല്ലോ. ആർക്കും ആ വിഷയത്തിൽ ഒരു എതിരഭിപ്രായമില്ലല്ലോ. ഒരു ആത്മീയ തേജസ്സാണ് പാണക്കാട് കുടുംബം. അവരെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ എന്നെ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. വാസ്തവത്തിൽ മുഖ്യമന്ത്രി 3.5 കോടി മലയാളികളുടെ മുഖ്യമന്ത്രി സന്തോഷിക്കണ്ടേ? വലിയൊരു സന്ദേശമല്ലേ നൽകിയത്? ആ തങ്ങൾ കുടുംബം നൽകിയ സന്ദേശം എന്താ? പാണക്കാട് കുടുംബം നൽകിയ സന്ദേശം എന്താ? ഈ രാജ്യത്ത് മതമൈത്രി ഉണ്ടാവണം, സാഹോദര്യം ഉണ്ടാകണം. ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ അത് തിരുത്തി വരുന്ന ഒരാളെ സ്വീകരിക്കാതിരിക്കരുത് എന്ന് ആ കുടുംബം ഒരു സന്ദേശം കൊടുക്കുന്ന സമയത്ത് അവരെ എന്തിനാണ് ആക്ഷേപിക്കുന്നത്? ഞാനൊരു സാധാരണക്കാരനാണ്, ഞാനൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ്. എന്നെ ആക്ഷേപിച്ചോട്ടെ, മുഖ്യമന്ത്രി ആക്ഷേപിച്ചോട്ടെ. പക്ഷേ എന്തിനാണ് പാണക്കാട് കുടുംബത്തെ വെറുതെ അകാരണമായി ആക്ഷേപിക്കുന്നത്? ഇത് അകാരണമായിട്ടുള്ള ആക്ഷേപമാണ്. അതെന്തായാലും പാലക്കാട്ടെ ജനങ്ങൾ പൊറുക്കില്ല, കേരളത്തിലെ ജനങ്ങൾ പൊറുക്കില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശരി. CPMന്റെ ആരോപണം പാലമ്പലയിൽ താങ്കൾ RSS കിട്ടുന്നതാണ്. ആരോപണം ശരിവെക്കുന്നതല്ലേ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ബാലേട്ടൻ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ എന്നെ ക്രിസ്റ്റൽ ക്ലിയർ സഖാവെന്ന് വിശേഷിപ്പിച്ചതും നല്ല സഖാവെന്ന് വിശേഷിപ്പിച്ചു? അല്ലല്ലോ. പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞു മറുപടി. ഞാൻ ശരിവെക്കില്ലല്ലോ. എന്റെ അമ്മ കൊടുത്ത വാക്ക് എനിക്ക് മാറ്റാൻ കഴിയും. 1 വർഷത്തെ സമയം അവർ കൊടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതൊരു എന്റെ മര്യാദയാണ്. അല്ല, എന്റെ അവകാശപ്പെട്ട സ്വത്തായിരിക്കാം, പക്ഷെ എന്റെ അമ്മ കൊടുത്ത വാക്കാണ്. എന്റെ അമ്മ കൊടുത്ത വാക്ക് മാറ്റണം. നിങ്ങളുടെ അമ്മ കൊടുത്ത വാക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? അല്ല, ഞാൻ പറഞ്ഞ 1 വർഷത്തെ സമയം കൊടുക്കും. അല്ല, രാഷ്ട്രീയം അങ്ങനെയല്ല. എന്റെ അമ്മയുടെ വാക്കിന് എനിക്ക് വില. അത് നോക്കൂ, മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പഠിപ്പിച്ച
ആളാണ്, ഒരു വിഭാഗം ഉണ്ട്, അറിയാലോ നമുക്ക്. അത്രയും വിശ്വാസമുണ്ട്, അറിയാലോ. അതുകൊണ്ട് എൻ്റെ സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാവിൻ്റെ കാൽച്ചുവട്ടിൽ കൂടിയാണ്. അപ്പോൾ എൻ്റെ മാതാവ് കൊടുത്തൊരു വാക്ക് തല പോയാലും മാറ്റാൻ എനിക്ക് കഴിയില്ല. അതെൻ്റെ മാനുഷികമായിട്ടുള്ള പ്രശ്നം. അത് ഞാൻ ഒരു വർഷത്തെ സമയം കൊടുത്തിരിക്കണം. ഒരു വർഷം അല്ല അത് താങ്കളുടെ അഭിപ്രായം, എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. എൻ്റെ അമ്മയുടെ വാക്കിന് എനിക്കൊരു വില കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് അതല്ലെങ്കിൽ എൻ്റെ മര്യാദകേടായിട്ട് കണക്കാക്കും. ആ ഒരു വർഷം അവർക്ക് എന്ത് വേണം ചെയ്യാം. ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അവർക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം സ്വാഭാവികമായിട്ട് ചെയ്യും. ആ ഭൂമി എന്തായാലും ഞാൻ ഉപയോഗിക്കില്ല. ആ ഭൂമി എൻ്റെ അമ്മ മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച ഭൂമി, നല്ല വില കിട്ടുന്ന ഭൂമിയാണ്, ലക്ഷക്കണക്കിന് രൂപ വില കിട്ടുന്ന ഭൂമിയാണ്. എന്തായാലും അതിൽ നിന്നൊരു നയാ പൈസ വരുമാനം എനിക്കോ എൻ്റെ മോനോ എൻ്റെ ഭാര്യയ്ക്കോ ആവശ്യമില്ല. അത് തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമില്ലെങ്കിൽ സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും.